ബംഗാളിയെ ഒന്ന് പ്രണയിച്ചു നോക്ക് നിങ്ങള്, അപ്പൊ കാണാൻ ഈ മലയാളിയുടെ ബോധമൊക്കെ. അടിമയായിട്ടാണ് ബംഗാളി എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാം തരമാണെന്നുള്ളതാണ് ബംഗാളി വിളി. പാണ്ടി എന്നുള്ള വിളി, ഇതെല്ലാം രണ്ടാം തരമാണ്. ഇങ്ങനെ അന്യരെ പ്രണയിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന സമൂഹത്തിന്റെ യുക്തി മാത്രമേ ഈ പറയുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നവരായി മാറുന്നത്? നാട്ടിലൊരു കൊലപാതകം നടക്കുന്നു, നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചർച്ച, അവൻ മര്യാദ ഇല്ലാതെ പെരുമാറുന്നുണ്ട്. അതേ സമയത്ത് തമിഴ്നാട്ടുകാരനോ കർണാടകത്തുകാരനോ വടക്കേ ഇന്ത്യയിലുള്ള വന്ന ഒരുത്തനാണ് ആ കൊലപാതകം നടത്തിയില്ലെങ്കിൽ പ്രപഞ്ചം മാറി. നമ്മുടെ നാട്ടിൽ ഈ അന്യന്മാരെല്ലാം കടന്നു വന്ന് ഈ പരദേശികൾ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ ഇന്ത്യക്കാരൊന്നുമില്ല. അതുവരെ ഇന്ത്യക്കാരാണല്ലോ, നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്നാണല്ലോ എന്താണ് സ്കൂളിനകത്ത് പറയുമല്ലോ. പക്ഷെ ബംഗാളി പ്രണയിച്ച കഥ മാറി. കാരണം കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് അപ്പം അറിയും. ബംഗാളി മോട്ടിച്ചാല്, നമ്മൾ മോട്ടിച്ചാൽ വലിയ കുഴപ്പമില്ല, പക്ഷെ ബംഗാളി മോട്ടിച്ചുകൂടാ. അടിമകളൊന്നും ചെയ്തുകൂടാ. അതാണ് ഈ വിരോധം മുഴുവൻ.